Mariam dile tog yuan ondam dogenune unlog visone lofain നിന്മാതാവു വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാവീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ നീവയുള്ള മഹിമാവിയേലും ദൈവജനിത്രീ കന്യകയ മറിയാമീന്നും ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മതിച്ചു നിഹനിച്ചോനെ അപ്പരിപാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനിടും റുക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശുവിട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശുവിട്ടവനെ ഞങ്ങളോട്
ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതലസീമയതോളം കൈക്കൊള്ളുവാർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ ശ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും ഹബീബായി പാറയ്ക്കുമോ. ശ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവരായി എന്റെ മുഖം നിങ്ങൾ ആരും ഇനി മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപകൽ ഇടപെടാതെ കണ്ണീർ വാർത്തുകൊണ്ട് ഓരോന്നിനും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവേൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചെന്ന് നിങ്ങൾ കർത്താവായ യേശുദാൻ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങളെ ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്രയച്ചു. ഹബീബായി പാറയ്ക്കുമോ. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കരെഴുതിയ 4 ലേഖനത്തിൽ നിന്നും മഹായി പാറയ്ക്കുമോ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിതരായിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശമെന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ,
ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യമായി പാർക്കുമോ. ഹല്ലേലൂയ, സ്തുതി ബലികളണ ചേരിടുവിൻ, കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ. ബർക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനക്ഷ്യം പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവരെ സ്തുതികളും നാം എല്ലാവരുടെയും തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഇപ്രകാരം അരുളി ചെയ്തു: ഏതു നേരത്താണ് നിങ്ങളുടെ യജമാനൻ വരുന്നതെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവേൻ. ഏത് യാമത്തിൽ കള്ളൻ വരുമെന്നറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടുകൂടിയിരിക്കുകയും തൻ്റെ വീട് കവർച്ച ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്താകുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവേൻ. തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസന്മാരാകുന്നു. യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോട് കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുമെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും യജമാനൻ വന്നവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്ദാനങ്ങൾ ഭരമേറ്റവനാം ഈ മേൽപ്പട്ടക്കാരനു നീ പുണ്യം നൽകണമേ. തൽസ്മൃതി ദൂതന്മാർ മധ്യേ ഘോഷിക്കണമേ. വ്യാപാരത്താൽ താലന്തുകൾ വർദ്ധിപ്പിച്ചതിനാൽ കൊണ്ടാടും അവനെ തൻ മക്കൾ
നാഥാനീയും സ്വർലോകത്തിൽ പരിശുദ്ധന്മാരൊത്തവനെ തോഷിപ്പിക്കണമേ. ബറക്കുമോർ സ്തോമൻകാലോസ് നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണവേ. ശ്ലീബാമരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ വലിയ അർപ്പണം മൂലം ഞങ്ങൾക്ക് പാപമോചനം നൽകിയവനും മരിച്ച തൻ്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാനം ചെയ്ത് തൻ്റെ പുനരുത്ഥാനം മൂലം ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവിൻ്റെ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബുക്കുല കുഞ്ഞവുമോസോ ബറക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പുണ്യമാകുന്നവനും വടിവാകുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു വായിച്ച് നീക്കിക്കളയുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ എൻ്റെ സലേനത്തിൻ്റെ പാപങ്ങളും വായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, എൻ്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയുമാകത്തുമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ചേ കരുണയും മനസ്സലിവുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ തമ്പുരാനേ, കർത്താതി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കുമാറാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതിഷ്ഠിച്ചു കൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നിലവാരം ഇവർക്ക് അയച്ചു കൊടുക്കണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ അർഹരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യം ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ ശാന്തിയും സമാധാനവും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നും ഇവരെ രക്ഷിച്ചു വീണ്ടുകൊള്ളണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്തു ഭാഗത്ത് ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ മരിച്ചുപോയവരെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബ്കുലസ്മാൻ ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈകൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Abdomino atoyo lalo nevne viman kadis abo kadisho amin kadis bro Abdekadugoyes Mesragam Allah Vishosan Allah Vishoso Tabohain Dagain Madrabonain Madumalponain Vaduganidain Vadukulagunani Damhaimnem Yeldadaito Kadisto Batraihun Olmela Olam Walmi Amin. ബാറക്കുമോർ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പ്രജയ്ക്കുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാതിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പിതാവിനോടും പുത്രനോടും കൂടെ
വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ശ്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രം പറഞ്ഞ് മരിച്ചവരുടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ ഉർജീനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേമയമീതാ മോചിക്കും നാഴിക ഇതുതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യർ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേതു കരുണയുടെയും അറിവിൻ്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ ദൂരസ്ഥ സവിധസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരേ വരുവീൻ ഒരു പോൽ കരുണയിരം നീടാം. ബർഖുമോർ സ്തമൻ ഗാലോസ് കുറിയേലായിസോൻ. കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ും തമ്മിൽ ചുംബിക്കണം നാം തൽ ശ്ലോമോയം ശേനായ നമ്മെ കാക്കട്ടെന്നാളും ബർഖുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു.
കർത്താവേ, നിന്നാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും സമാധാനപാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിൻ്റെ യോഗ്യരായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബ്കുല സുബാൻ ലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള സാമീപ്യത്തിന് പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബ്കുല സുബാൻ ലവൽമീ. ബാറക്കുമോ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കൃപാനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധനുമായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവാലയത്തിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ മജിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലിരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രദ്ധന്മാരെ പോലെ ധൃതമായി നിനക്ക് സ്തുതി പാടി കീർത്തിക്കുന്നു. മസക്കിൻ കോയൻപമറി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് പാറേ വക്സോ തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തു ഭക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വലകായ തരവോ
അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് പാറേ തന്റെ പരിശുദ്ധാത്മീകന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തു കൊള്ളുവിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. വലകായേതൽ മൂലം ഇതിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എൻ്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോ തോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സമയം നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവേ, ഞങ്ങളോട് അനുഗ്രഹനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാരക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേനോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേനോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേനോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ റൂഹ ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകണമേ. പരിശുദ്ധ റൂഹ ഈ ഗാസായെ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകണമേ. കർത്താവോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരായി ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും മോറന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ പരിശുദ്ധ പിതാക്കന്മാർക്കു വേണ്ടിയും മറ്റു വന്യ പിതാക്കന്മാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും
മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായ ദോഷത്തോട് സംസാരിക്കുന്ന വേദവിപരീതങ്ങളുടെ വായുകളെ നീ അടച്ചു മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുഖുൽ സുബാൻ ലൗൽമീ. ബാറക്കുമോർ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടങ്ങളിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശങ്ങളിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും രോഗികളുടെ വേദനകളിൽ നിന്നും നീ അലക്ഷ്യമായും മൗനമായും ഇരിക്കരുതേ. എന്നാലോ അവരുടെ ഉത്തമയാതനകൾക്ക് മറുപടി നൽകി കരുണ തോന്നണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. ബാർക്കുമോർ. 4 ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകലവർണ്ണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി അകറ്റണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. ബാറക്കുമോർ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗേലിയോസ്തന്മാരെയും സഹോദരന്മാരെയും അവധ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോൻ മാബ്ദാനായെയും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പിലുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്റ്റെഫാനോസിനെയും ശ്രീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായെയും ശേഷം സകലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ പരേതരെയും കൃപയോടർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ബാറക്കുമോർ. സ്ലഹിയവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പോട്ട് നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തുന്തിനോസ് പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ബീലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവശരീരിയായി തീർന്നുവന്ന
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വേഗമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പം കൊണ്ട് നിറഞ്ഞ മേജസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാർ യാക്കോബ് വൃതാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ സഹാക്കും മാർ ബാലായിയും ദുഃഖന്മാൽ തലവനായ മാർ ബർസുമായും മാർ ഷെമോന്റെ സ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസോലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതനും സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാനിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ബാറക്കുമോ അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് അട്ടേസ്റ്റ് പറയണം. കർത്താവേ, ഞങ്ങളുടെ പരേതർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുത്ഥാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും കൃപയോടർഹരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധാത്മാവോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ തിരുനാമം ഇരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സ്ഥല തലമുറകൾ വരെയും ലോകാലോകങ്ങളോടും സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. ആമീൻ. ബറഖുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആചാര്യാഭീഷന്മാർ
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇവിടെയിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയി കാവലും ഭിന്നിച്ചിരിക്കുന്നവർക്കും കാണാതെ പോയിരിക്കുന്നവർ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും ദരിദ്രർക്ക് കർത്താവേ, ഞങ്ങളുടെ വായകളെയും മധുരങ്ങളെ നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. ബാറയ്ക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോക്കിരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സ്ഥലത്തെയും ഞങ്ങൾ ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും വ്യത്യാസപ്പെടുത്തലും തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ബാറക്കുമോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും അന്യവും സലാംസലമായിരിക്കുന്ന വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമില്ലാതെ പരിശുദ്ധനില്ല. പുത്രനും ജീവനുള്ള തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചു വന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ള സ്ഥലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്നവനുമായ ജീവനുള്ള ഏകപരിശുദ്ധരുമായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഇടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കണം പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരൻ ആശ്വാസമവർക്കേകീടും മൊറിയോറാ
നോവാദാലേ നിന്നാസ്തുതിയോട് രാജമകൾ കാലേ ലുയ്യായൗകാലേ ലുയ്യാ നിൻവലമായി രാജഭാമിനിയോ നിന്നഴകര ജന്മോഹിപ്പാ പിതൃഗ്രഹവും പാറക്കുമോ ബോലാബോലപുരോ വലറൂഹോ ഗാദീശോ നോലം വാദാമിനോലം ഉൽമീനമേ ഭാജനമേ ചോരേകസുത ഞങ്ങളിലലിവാന്ത കലപേക്ഷയന മറിയാമിൻ സ്മരണോ മദദായകമാക പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാരയ്ക്കുമോ ബോലാബോലപുരോ വലറൂഹോ ഗാദീശോ ദൈവപ്രസാദിനി ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോഴാഹിന്മേലയിനോ മോറാനീശോ ഗുരിസും നിന്മാ മാതൃജനത്തേൻ പ്രാർത്ഥനയോ അടികളയും കോപത്തെ വടികളയും മായ്ച്ചിടേണം നയവാൻ മന പോലെ തളിർത്തിടുമേ ഹാലേലൂയാം വളരും അവൻ ലബിനോൻ കാരകിൽ പോയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കുമാർക്ക് പുഷ്ടികള് മാറകമാൻ ബോലാബോലപുരോ വൽറൂഹോ ഗാദീശോ ഒരുപോലിങ്ങും മാർത്തോമാസ്ലീഹ പ്രാർത്ഥന ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ ബാരക്കുമാർ ബോലാബോലപുരോ വലറൂഹോ ഗാദീശോ കാംക്ഷിച്ചൊരു സഹദേർ വളച്ചിറകുകൾ ഉന്നത പദമേറി ൂതന്മാരെ നിങ്ങൾ കർത്താവോട് അടികളെയും നിൻ കോപത്തേൻ വടികളെയും മക്കളിലപ്പൻ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പൂച്ചെടി പോലെ മനോലം വാദാമിനോലം ശരണാത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനെ ജീവാസരമതനർക്കണമേ കബറിനാധ്യാന കബറുകളുള്ളിൽ നിന്നേങ്ങ എഴുന്നേറ്റ് വീണ ഞാനെന്ന മഹതാവേ
തൃത്വത്തെ കൊണ്ടാടി മരിച്ചൊരുങ്ങി കൊണ്ടിടാൻ പരിഹാരം നേടി നിശ്ചയമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. നേടരുതേ നാഥ, അട്ടഹസിച്ച് പറയണം. ആദി മുതൽ തലമുറ തലമുറകൾ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷക്കായിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഉയർപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുവാദയോത്രാം പാപപരിഹാരം ഉണ്ടാക്കുന്നതായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കാണപ്പെടാമതല്ലാത്ത നിന്റെ വലത്ത് നീട്ടിയുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളോവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുൻപാകെയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുന്നതുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമോടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ വെട്ടിച്ചെന്നതായ നിശ്ചിത ശരീരവും ഞങ്ങൾ പാനം ചെയ്തെന്നതായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനരക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ഭൂവാകെ നമിക്കുന്നു നിന്നെ എല്ലാ നാവും സ്തുതി പാടൂ. കബറടഞ്ഞോർന്നൽ ശരണം നീയേ. മൃതതന്നുയർപ്പും നീ തന്നെ. സസ്യാഭോജനത്തിൽ മതിയായിട്ടുള്ള വാകളെ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യാദാനത്തിന്റെ അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോവകുല സുബാൻ ലവൽ ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
കോശോ അവകുല സുബാൻ ലവൽമേ ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മാനുഷനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യ സഭയെ സേവിച്ചജപാലകനായി ഉലകം വിട്ടോൻ മോർദിയസ്കോറോസ് ഓർക്കണമേ നിൻ വാനവബലിയിൽ താതപുരോഹിതനിവിടുണ്ടായൊരു കുറവുകളെല്ലാം തുടരും നിന്നുടെ ബലിയിൻ കൃപയാൽ മാഞ്ഞിടണമേ. ആടുകളൊത്തി പാലകനന്ത്യം വാനവകേഹേ പുണ്യഗണത്തിൽ തിരുസന്നിധിയിൽ മോദിക്കണമേ. നാഥ സവിധേ ഉൾപ്രാകാരേ കാമ്പീടും സുധവാസഗാരേ ഇന്നാൾ സ്മൃതനം ഈ ശ്രേഷ്ഠാചാര്യനെ നീ ആമോദാൽ പാർപ്പിക്കുക പാവനനാഥ കടപരിഹാരം നാഥ നീ കുറവുകൾ പോക്കുക മശിഹ സൂനോ നാഥ വിമലാത്മാവാം ദേവാ ഹാബിബാന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന് പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജനസ്ലീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമദീസാടഘോഷമായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും മഹാപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയെക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. അമീൻ. കർത്താവ് അവിടുത്തെ കൃപാനെ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാബാതിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, റംബാച്ചന്മാരെ, കോറപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, സന്യാസിനി സമൂഹാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, പുണ്യശ്ലോകനായ അഭിവന്യ ഗിവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമനസിൻ്റെ 12ാമത് ഓർമ്മയ്ക്ക് ഒത്തുകൂടുന്ന ഈ അവസരം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം ഇവിടെ നമുക്ക് ഉറക്കെ കേൾക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12:28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി. 2 കാര്യങ്ങളാണ്. ഈ ലോകം അവസാനിക്കും. നമ്മൾ നേടുന്നതൊക്കെ ഒടുവിൽ
നഷ്ടമായോ എന്ന തിരിച്ചറിവിലേക്ക് പോയെന്നും വരും. ഇതൊക്കെ അഴിഞ്ഞു പോകും. എന്നാൽ ഇളകാത്തതും അഴിയാത്തതും ഒഴിയാത്തതുമായ ഒരു രാജ്യം നമുക്കുണ്ട്. ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഇത് നാം പ്രാപിക്കും. ഈ ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ദൈവതിരുസന്നിധിയിൽ ഭയത്തോടും ഭക്തിയോടും കൂടെ അവൻ്റെ വേല തികയ്ക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടും. ഇതാണ് ഒരു കാര്യം. ഇത് സ്ഥാവരമല്ല, ഇത് അസ്ഥിരമാണ്. ഇത് അനശ്വരമല്ല, നശ്വരമാണ്. ഇവിടം വിട്ട് നമ്മൾ പോകേണ്ടതായി വരും. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നതോ വലിയ രാജ്യമാകയാൽ എന്നാളും നിലനിൽക്കുന്ന നിത്യജീവൻ്റെ അനുഭവമാകയാൽ നമുക്കതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം കർത്താവിന്, ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്തുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, നാം നന്ദിയുള്ളവരായി ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിന് സേവ ചെയ്യണം. ഭയവും ഭക്തിയും വേദപുസ്തക ഭാഷയിൽ ഒരേ അർത്ഥം തന്നെയാണ്. ഭക്തിയുടെ പര്യായമാണ് ഭയം, ദൈവഭയം. ദൈവഭക്തി ദൈവഭയം കൊണ്ടാണ്. 29-ാം വാക്യത്തിൽ പ്രത്യേകമായി പറയുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന്. ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം, അത് ഓർത്തുകൊള്ളണം. ദൈവ സാന്നിധ്യം നമ്മളുടെ മുമ്പിൽ എപ്പോഴും വച്ചുകൊള്ളുമെങ്കിൽ ആ ദൈവം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശവും ഇല്ലാതാക്കുന്ന അഗ്നിയുമാകുന്നു എന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ നാം ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. ഇന്ന് ലോകത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ച്യുതി ഈ ദൈവ സാന്നിധ്യബോധവും ആ ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ പരിവർത്തിക്കുന്നതെന്നും നമ്മൾ പരിസേവിക്കുന്നതെന്നും എന്നുമുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവ സാന്നിധ്യം വിട്ടുകളയുമ്പോൾ പിന്നെല്ലാം ഈ കാണുന്നതും ഈ കാണുന്നവരും മാത്രമേ ഉള്ളൂ. ഒന്നും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ആ ബോധം തിരിച്ചറിയുമ്പോൾ കർത്താവിന് വിധേയപ്പെട്ട് ഭക്തിയോടും ദൈവഭയത്തോടും കൂടെ ദൈവവേല ചെയ്യുവാൻ നമ്മൾ സമ്പൂർണ്ണമായി സമർപ്പിക്കും. നാം നന്ദിയുള്ളവരായി ഈ സേവനം ഭക്തിയോടും ഭയത്തോടും കൂടെ ചെയ്യണം. ദൈവം തന്നതാണ് എല്ലാം. എൻ്റെ ആരോഗ്യവും എനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തും സാഹചര്യങ്ങളും പരിസരങ്ങളും എല്ലാം ദൈവദത്തമാണ്. എനിക്ക് ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. അതിൻ്റെ രുചി എനിക്ക് അറിയുവാൻ ദൈവം എനിക്കിപ്പോൾ കൃപ തന്നിരിക്കുന്നു. അതുകൊണ്ട് ഭയത്തിലും ഭക്തിയിലും നമുക്ക് സേവ ചെയ്യുവാൻ നമുക്ക് നന്ദിയുള്ളവരായി അത് ഏറ്റെടുക്കാം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു തിരിച്ചറിവ് ലഭിച്ച് ആ തിരിച്ചറിവിൽ ജീവിതത്തെ സമ്പൂർണ്ണമായി വ്യത്യാസപ്പെടുത്തിയ ഒരു മഹാനുഭവൻ്റെ സ്മരണയാണ് ഇന്ന് പുതുക്കുന്നത്. നല്ല പൊതുവിദ്യാഭ്യാസം ലഭിച്ച, സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ചയാൾ, അക്കാലത്ത് ഒരു യുവാവിന് ലഭിക്കാവുന്ന വിദ്യാഭ്യാസവും അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതിലും അപ്പുറമുള്ള ഒരു തൊഴിലിൻ്റെ ഉറപ്പും തൊഴിലും ലഭിച്ച ഒരാൾ ഈ ദൈവവചനം സ്വീകരിച്ച് എന്നതുപോലെ ദൈവവേലയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുകയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് മധുരയിലുള്ള അമേരിക്കൻ കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പഠിച്ച് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദമെടുത്ത് ബോംബെയിൽ ഉപരിപഠനം നടത്തി, സാമൂഹ്യശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തി
ബാങ്കിൽ ഒരു ഉദ്യോഗം ലഭിച്ച് റിസർവ് ബാങ്കിൻ്റെ പ്രത്യേകമായ പരിശീലനത്തിന് തമിഴ്നാട്ടിലുള്ള ഡിണ്ടിയിൽ നിയോഗിതനായി അങ്ങനെ സുരക്ഷിതമായൊരു ജീവിതം ലഭിച്ച ഒരാൾ ഒരു പ്രഭാതത്തിൽ പറയുക, എനിക്ക് ദൈവവേല മതിയെന്ന്. ഇപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്തിനാ, പഠിപ്പിക്കുന്നത് എന്തിനാ? ഒരൊറ്റ ചോദ്യം, ഉത്തരമാണ് സാമാന്യം അന്തസ്സുള്ള ഒരു ജോലി എൻ്റെ മോന് കിട്ടണം. അതിന് എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാം, അത് കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ സംക്രമിപ്പിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ മുമ്പിലുള്ളത് കരിയർ ഓറിയൻറ്റഡ് ലൈഫാണ്. തൊഴിലിനെ ആസ്പദമാക്കിയുള്ള ഒരു ജീവിതവും പഠനവുമാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നിർബന്ധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തൊഴിലാണോ ജീവിതം? ഒരു പുതിയ സമവാക്യം നമ്മൾ ഉണ്ടാക്കുകയാണ്, തൊഴിൽ സമം ജീവിതം. പക്ഷേ തൊഴിലാണോ ജീവിതത്തിൻ്റെ ആകമാനമായ സമഗ്രത? പക്ഷേ ഇതറിയാതെയാണ് കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ വല്ലാതെ ഇത് സംക്രമിപ്പിക്കുന്നത്. സന്യാസം സ്വീകരിക്കുന്ന ഒരാൾ, ദൈവവേല സ്വീകരിക്കുന്ന ഒരാൾ, അത് നല്ല ഒരു തൊഴിൽ ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം ഉന്നതമായൊരു വിദ്യാഭ്യാസം ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇത് ഉൾക്കൊള്ളാനാവുമോ ഇന്നത്തെ നമ്മളുടെ ആളുകൾക്ക്? പക്ഷേ ഇത്തരത്തിലുള്ള പുതിയ മാതൃകകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നാണ് അഭിമന്യ ദിയോസ്കോറോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം നമ്മളോട് കൽപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ദൈവഭയത്തിലും ഭക്തിയിലും അവൻ്റെ വേല നമ്മൾ തികയ്ക്കണം. അവൻ്റെ വേല തികയ്ക്കുവാൻ സന്യാസികൾ ഉണ്ടാവണം, സന്യാസിനികൾ ഉണ്ടാവണം, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ സമർപ്പിതരായിരിക്കുന്ന ആളുകൾ ഉണ്ടാവണം. ഈ ഒരു വലിയ ദർശനമാണ് ഇന്ന് ഈ ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പിതാവ് നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക ദൂത് ഇതാണ്. സാമാന്യ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്? എന്നാൽ സാധാരണയിലും അപ്പുറത്ത് നിൽക്കുന്ന സാമാന്യ ചിന്തയിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന ഒരാൾ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് നന്ദിയുള്ളവനായി ഭയത്തിലും ഭക്തിയിലും അവൻ്റെ വേല ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം നമുക്ക് നിർദ്ദേശിക്കുകയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് അങ്ങനെ ഒരു ദർശനം ഉണ്ടാക്കി കൊടുത്തേണ്ടത് നമുക്ക് ആവശ്യമാണെന്ന് ആ പിതാവ് നമ്മളെ പഠിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് തൊഴിലല്ല ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, തൊഴിൽ നൽകുന്ന സാമൂഹ്യമായ അവസ്ഥയല്ല നമ്മളുടെ ലക്ഷ്യം. അതിലുമപ്പുറം ആത്യന്തികമായി നമ്മളുടെ ജീവിതത്തിന് ആ ജീവിതം സാർത്ഥകമായി തീരുന്നത് ഭയത്തിലും ഭക്തിയിലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നമുക്ക് എപ്പോൾ കഴിയുമോ എന്നുള്ളതിനെ ആശ്രയിച്ചാകുന്നു എന്ന് പിതാവ് നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ആ പിതാവിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ ദിവസം അദ്ദേഹം 1979 തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ചുമതലയേൽക്കുന്നു. ജനുവരി മാസം. 1999 ജൂലൈ മാസം 23-ാം തീയതി കാലം ചെയ്യുന്ന സന്ദർഭം. ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾ, 20 വർഷത്തോളം ഈ കാലയളവിൽ അദ്ദേഹം ചെയ്ത സംഭാവനകൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ഒന്ന് ഗുണിക്കുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ 4-1 ഞാൻ പൂർത്തീകരിച്ചു. അദ്ദേഹം ഭദ്രാസനത്തിന് നേടിയെടുത്ത ആ 4-1 എനിക്ക് ചെയ്യാനായോ എന്ന് ഞാനൊന്ന് താരതമ്യം ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. അദ്ദേഹം പടുത്തുയർത്തിയതിൻ്റെ മുകളിൽ ചിലതൊക്കെ കെട്ടിപ്പൊക്കാൻ, അദ്ദേഹമൊക്കെ ആക്കി ഒരുക്കി വെച്ചതിൽ ചിലതൊക്കെ ഒന്ന് കൂട്ടി ഇണക്കി ചേർക്കാൻ മാത്രമല്ലേ ഈ കഴിഞ്ഞ കാലഘട്ടം എനിക്ക് സാധിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ അധ്വാനം, പരിശ്രമം, ബുദ്ധിയുടെ നേർമ്മയും കൂർമ്മതയും സമ്പൂർണമായ സമർപ്പണവും
തലകുലിച്ചുകൊണ്ട് മാത്രമേ, നമ്രശിരസ്കരായി മാത്രമേ അതിൻ്റെ മുമ്പിൽ, ആ മഹാനുഭവൻ്റെ മുമ്പിൽ നിൽക്കാനാവുകയുള്ളൂ. ഇടമുളയ്ക്കൽ 13 ഏക്കർ, അലത്തറയിൽ ഒരു 10, 9.5 ഏക്കറും, പിന്നെ ഒരു 3, പിന്നെ ഒരു 2. അതുപോലെ തന്നെ ആയൂരിനടുത്ത് മണലിൽ 1.5 ഏക്കർ സ്ഥലം. ഇതൊക്കെ അദ്ദേഹം സമ്പാദിച്ചെടുത്തതാണ്, ആരും ദാനം കൊടുത്തതല്ല. കൊട്ടാരക്കരയ്ക്കടുത്ത് സദാനന്ദപുരത്തൊരു 90 സെൻറ്റുണ്ട്, അത് ഒരാൾ ദാനം ചെയ്തതാണ്. ബാക്കിയെല്ലാം അദ്ദേഹം സമ്പാദിച്ചെടുത്തതാണ്. അന്ന് രൂപയ്ക്ക് നല്ല മൂല്യമാണ്, അത് തൊട്ട് കിട്ടാൻ വലിയ പാടാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇതൊക്കെ ഒരുക്കി വെച്ചു. അതിന്മേലെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്ത് കെട്ടിപ്പൊക്കിയാൽ നല്ലത് എന്ന ചിന്തയിലാണ്. അത്രയ്ക്ക് സമ്പൂർണമായും സഭ, ഭദ്രാസനം അത് കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. സന്യാസ ഭവനവും സന്യാസിനി ഭവനവും ചിലപ്പോഴൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, അത് ശരിയല്ല. സന്യാസ ഭവനവും സന്യാസിനി ഭവനവുമോട് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ചട്ടക്കൂടുണ്ടാക്കുന്നതാണ്. അത് ആ പ്രസ്ഥാനങ്ങളുടെ അതും ആവശ്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് സഭയും ഭദ്രാസനവുമായിരുന്നു വലുത് എന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ സമർപ്പിക്കപ്പെട്ട യുവതി യുവാക്കന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദർശനമായിരുന്നു. ആ ദർശനം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് വേണ്ടി, സഭയുടെ കെട്ടുപണിക്കായി, സമൂഹത്തിൻ്റെ സേവനത്തിനായി ആവശ്യമാണെന്ന് ഇന്ന് നമ്മൾ എത്ര കണ്ട് തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം വലിയ സംഭാവനകൾ സഭയ്ക്ക് ചെയ്ത ഒരു പുണ്യപുരുഷനാണ്. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവരെ ഓർത്തുകൊള്ളണം, അവരെ അനുകരിക്കുകയും വേണം. ഓർമ്മ എന്നുള്ളത് വിൺതലത്തെ മൺതലത്തോട് യോജിപ്പിക്കുന്നതാണ്. മൺതലത്തെ വിൺതലത്തോട്. വിണ്ടലവാസി, മണ്ഡലം ഭൂമിയിൽ, സ്വർഗത്തെ ഭൂമിയോട് യോജിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു പായ് വിരിച്ച് ഒരു മെഴുകുതിരി, ഒരു കുരിശു കൊണ്ടുവച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് ജ്വലിച്ചു നിൽക്കുന്നു. 2 തിരികൾ വെച്ച് അവിടെ നിന്നുകൊണ്ട് വലം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിങ്കൽ ചെന്ന് നമ്മൾ ആ ഖബറ് വലം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്വർഗീയനായിരിക്കുന്ന, ഈ ലോകം വിട്ടു പോയിരിക്കുന്ന ആ ദാസൻ ആ മണ്ണിനോട് ചേരുക, ആ മൺതലത്തോട് ചേരുക, സ്വർഗവും ഭൂമിയും ചേരും. ഇതാണ് മണ്ഡലപൂജ. അത് എല്ലാ പുരാതന മതങ്ങളിലും ഈ പൂജാർപ്പണങ്ങളുണ്ട്. മണ്ഡലപൂജ എന്ന് പറയുന്നത് അതാ. എങ്ങനെ സ്വർഗവാസിയായ ദൈവത്തെ മനുഷ്യരുടെ നടുവിൽ നമുക്ക് കുടിയിരുത്താനാവും എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിരിക്കുന്ന ഒരാൾ ഈ ലോകത്തിൽ തന്നെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ എങ്ങനെ കഴിയും? ഈ സംവിധാനമാണ് ഓർമ്മ. നമ്മളുടെ തലച്ചോറിലിരിക്കുന്നത് മാത്രമല്ല, തലച്ചോറുമുണ്ട്, ബുദ്ധിയുണ്ട്. എന്നാൽ വെറും ബൗദ്ധികമായ ഒരു കസർത്തല്ല. ഒരാളെ ഞാൻ ഓർക്കുന്നു, ഇവിടെയല്ല, കൺമുമ്പിലില്ലാത്ത അകന്ന് ജീവിക്കുന്ന ഒരാൾ, ഇവിടം വിട്ടുപോയ ഒരാളെ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കൺകോണുകൾക്ക് നനവ് പിടിക്കുന്നു. അപ്പോൾ എൻ്റെ ബുദ്ധിയുടെ കസർത്ത് മാത്രമല്ല, അതിൻ്റെ ഹൃദയത്തോട് ചേർക്കും. ഓർമ്മയെപ്പോഴും ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ഹൃദയം ബുദ്ധിയോട് ചേർന്ന് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ഓർമ്മ വരും. ഇത് വരണമെങ്കിൽ അനുഷ്ഠാനം വേണം. അനുഷ്ഠാനത്തിലൂടെ മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ ആവിഷ്കരിക്കാനാവുകയുള്ളൂ. ഓർക്കാം നമുക്ക് ബുദ്ധിയിൽ, പക്ഷെ അതുകൊണ്ട് നമ്മൾ തൃപ്തരല്ല. അപ്പോൾ നമ്മളുടെ ഹൃദയത്തെ ബുദ്ധിയോട് ചേർത്ത് നമ്മൾ സ്വർഗീയനായിരിക്കുന്ന ഒരാളെ, സ്വർഗത്തിലേക്ക് കടന്നുപോയിരിക്കുന്ന ഒരാളെ
നമ്മൾ ഓർത്ത് നമ്മളുടെ മുമ്പിൽ സന്നിഹിതനാക്കുക. അല്ലെങ്കിൽ സ്വർഗസ്ഥനെങ്കിലും സ്വർഗീയനെങ്കിലും ലോകം വിട്ടുപോയെങ്കിലും ദൈവസാന്നിധ്യം നിൽക്കുന്ന എങ്കിലും ഇന്ന് നമ്മളോടുകൂടെ സന്നിഹിതനായിരിക്കുന്ന ആ ആളെ നമ്മൾ ഈ അനുഷ്ഠാനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെ നിന്നുമൊക്കെ നമ്മൾ ഒത്തുകൂടി ഈ വിശുദ്ധ കുർബാനയുടെ അന്തരീക്ഷത്തിൽ ഈ ഓർമ്മ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഹൃദയത്തിൻ്റെ ആവിഷ്കാരമാണ്. അത് ബുദ്ധിയുടെ ഭാഷയല്ല, ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ബുദ്ധിയെ ഹൃദയത്തോട് ഇണക്കി ചേർത്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തിനപ്പുറത്തേക്ക് കടന്നുപോയിരിക്കുന്ന ഒരാളെ അല്ല, കടന്നുപോയിരിക്കവേ തന്നെ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആ സാന്നിധ്യത്തെ നമ്മൾ അകക്കണ്ണ് തുറന്ന് കാണുവാൻ ഈ അനുഷ്ഠാനം, ഈ ഓർമ്മ ശുശ്രൂഷ നമുക്ക് സാധിക്കണം. പരിശുദ്ധനായ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമനസിൻ്റെ ഓർമ്മ നമ്മൾ നിർവഹിക്കുന്ന ഈ അവസരം അദ്ദേഹം നമ്മളോട് പറയുന്നു, നമ്മൾ ഇളകാത്ത രാജ്യം കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നു. അവൻ നമുക്ക് വലിയ കൃപ ചെയ്ത് വലിയ നിക്ഷേപം നമുക്കായി കരുതിയിരിക്കുന്നു. നന്ദിയുള്ളവരാകാം. എങ്ങനെ? സമ്പൂർണമായ സമർപ്പണത്തിലൂടെ, ഭയത്തിലും ഭക്തിയിലും ദൈവസാന്നിധ്യം എപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം അർപ്പിക്കാം എന്ന് അദ്ദേഹം നമ്മളോട് പറയുകയാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും. ഇത് തിരിച്ചറിഞ്ഞ നിമിഷം പിന്നൊട്ടും പുറകോട്ട് നോക്കാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 1958 സെമിനാരിയിൽ ചേർന്ന് 62 അദ്ദേഹം ഷമ്മാശനായി കാലം ചെയ്യുന്ന സന്ദർഭം. ഏതാണ്ട് 37 വർഷം ദീർഘമായൊരു കാലയളവ് താമസിച്ചാണ് അദ്ദേഹം ദൈവവിളി കേട്ടത്. ആ 37 വർഷം സമ്പൂർണമായി സമർപ്പിച്ച ആ പുണ്യപുരുഷൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ ശിരസ്സ് നമിക്കുന്നു, പ്രണമിക്കുന്നു. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് ഏറെ മുഖപ്രസാദത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കൃപ കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് പുണ്യമാവട്ടെ, മധ്യസ്ഥത കാവലും കോട്ടയുമാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ വലിയ സാക്ഷ്യം എബ്രായർക്കെഴുതിയ ലേഖനം 11, 12, 13 അധ്യായങ്ങൾ ചേർത്ത് വായിക്കണം. 2 വാക്കുകൾ നമ്മളുടെ ഹൃദയത്തിൽ ഉടക്കും: വിശ്വാസം, സാക്ഷ്യം. വിശ്വാസം, സാക്ഷ്യം. ആ വലിയ വിശ്വാസവും കർത്താവിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തെ ഏറ്റെടുത്തതിൻ്റെ ഫലമായുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിച്ച സാക്ഷ്യവും എക്കാലവും നമുക്ക് പ്രചോദനമായിരിക്കും, പ്രേരകമായിരിക്കും, അനുഗ്രഹമായിരിക്കും. നീതിമാൻ്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. പരിശുദ്ധ ബാബ തിരുമനസിൻ്റെ അനുവാദത്തോടെ ചുരുക്കമായ ചില കാര്യങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ആശ്രമത്തിലേക്ക് കടന്നു വരുന്നത് തിരുമേനിയോടുള്ള സ്നേഹവും സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ആശ്രമ സമൂഹത്തിൻ്റെതായ ഒരു പാരിതോഷികം, ഒരു പ്രസൻറ്റേഷൻ ഇപ്പോൾ അഭിനന്ദ തിരുമനസിന് ആശ്രമ അംഗവും ആശ്രമ വിസിറ്റർ ബിഷപ്പുമായ നിക്കോദിമോസ് തിരുമേനിയും പക്കോമിയോസ് തിരുമേനിയും കൂടെ നൽകുന്നതായിരിക്കും. കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ ബാബ തിരുമേനിക്ക് 11:30 മണിക്ക് ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കേണ്ടതായിട്ട് ആവശ്യതകളുണ്ട്. കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ചാപ്പലിൻ്റെ മുൻവശത്ത് കാണുന്ന പഴയ ബിൽഡിങ് നീക്കി ഒരു പുതിയ ബിൽഡിങ് അവിടെ സ്ഥാപിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് അതിൻ്റെ ശിലാഫലകം ഇപ്പോൾ അഭിനന്ദ പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം എഴുന്നേറ്റ് നിന്ന് അതിൽ സംബന്ധിക്കുന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. പുത്രന്റെയും പരിശുദ്ധരുവായുടെയും നാമത്തിൽ ഈ കെട്ടിട സമുച്ചയത്തിന്റെ അടിസ്ഥാന ശില മുദ്ര കുത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ബാറക്കും ഭസ്മോദാബോ ഗുദാബുറോ വദറുവായോ കാദീശോ ആദീസൈ കുല്ലവോ
ഗൗരീസ് മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 10ാം ക്ലാസ്സിൽ വിജയികളാകുന്ന, നല്ല മാർക്കോട് വിജയികളാകുന്ന ഓരോ കുട്ടികൾക്കും CBSE, ICSE, SSSI എന്നീ വിഭാഗത്തുള്ള ഓരോ കുട്ടികൾക്ക് അവാർഡും ക്യാഷ് അവാർഡും നൽകുന്ന ഒരു കാര്യങ്ങൾ തിരുമേനിയുടെ ഓർമ്മ ദിവസങ്ങൾ നടന്നു വരുന്നു. അത് ഇപ്പോൾ പ്രത്യേകമായിട്ട് അറിയിച്ച് ആ അവാർഡ് ഇപ്പോഴേ വാങ്ങിക്കാൻ വേണ്ടി ഒരുങ്ങി വന്നിട്ടുള്ളവരെ മുൻപോട്ട് കടന്നു വരണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ആശ്രമ വിശുദ്ധ ബിഷപ്പായ പക്വമേസ് തിരുമേനി ആ അവാർഡ് ദാനം ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ അനുമതിയോടുകൂടെ നിർവഹിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. CBSE വിദ്യാർത്ഥിയായിരിക്കുന്ന 10ാം ക്ലാസ് മാസ്റ്റർ ബിബിൻ ഷൗമേൽ, നല്ലില ബദേൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ്. കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരിക. SSLCയിൽ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന റിബിൻ ആർ ബേബി. ICSEയിൽ ആഷിൽ വർഗീസ് അലക്സാണ്ടർ, കവടിയാർ നന്തങ്കോട് ഇടവക അംഗമാണ്. കഴിഞ്ഞ വർഷം മുതൽ തിരുമേനിയുടെ ഓർമ്മ ദിവസം ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്ന രീതി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ വർഷത്തെ ഭവനദാനം നാറാണംമൊഴി ഇടവകമായിരിക്കുന്ന അംഗത്തിന് വേണ്ടിയാണ് ഭവനം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ താക്കോൽ ഇപ്പോൾ അഭിനയ പക്വമേസ് തിരുമനസ്സുകൊണ്ട് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ തിരുമേനിയുടെ എൻഡോൺമെൻറ്റ് ഫണ്ടിൽ നിന്ന് നൽകുന്നുണ്ട്. അതിൽ ഒരാൾക്ക് ഇപ്പോൾ നൽകുന്നതായിരിക്കും. നീക്കോദിമോസ് തിരുമനസ്സുകൊണ്ട് ഇപ്പോഴത് നിർവഹിക്കുന്നതായിരിക്കും. ജോൺസൺ വർഗീസ് തയ്യിൽ, വില്ലൂർ ഇടവക. വിദ്യാഭ്യാസ സഹായം ജോൺസൺ വർഗീസ്. ചികിത്സാ സഹായം വൈ ജോൺ. ഈ കാലം ചെയ്ത ദിയോസ്കോറോസ് തിരുമേനിയെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ വടക്കൻ ഭാഗങ്ങളിലൊന്നും വലിയ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. 3 കാര്യങ്ങൾ അക്കമിട്ട് ഞാൻ പറയട്ടെ. തിരുമേനി സഭയുടെ സ്വാതന്ത്ര്യത്തിനും ദേശീയതയ്ക്കും വേണ്ടി പോരാടിയ ഒരു കാവൽ ഭടനാണ്. ഒരുപക്ഷെ വട്ടശ്ശേരി തിരുമേനിയുടെ ശിഷ്യനാകാൻ യോഗ്യത അദ്ദേഹത്തിന് ഏറ്റവും അധികം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇന്നിപ്പോൾ വട്ടശ്ശേരി തിരുമേനിയൊന്നൊക്കെ നമ്മൾ മറന്നുപോയോ എന്നറിയാൻ പാടില്ല. ഒരുപക്ഷെ തിരുമേനിക്ക് ബന്ധുത്വം കൊണ്ടോ അല്ലെങ്കിൽ വട്ടശ്ശേരി തിരുമേനിയുടെ ആശയഗതികളോടുള്ള തിരുമേനിയുടെ ആഭിമുഖ്യം കൊണ്ടോ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും ദേശീയതയും ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ചൊരു പിതാവാണ് ദിയോസ്കോറോസ് തിരുമേനി. അത് ഈ വടക്കൻ ഭാഗങ്ങളിൽ ആർക്കും അറിയാൻ പാടില്ല. രണ്ടാമത്, തിരുമേനിയുടെ എല്ലാ കാര്യങ്ങളും വളരെ ശുഷ്കാന്തിയോടെയാണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ തിരുമേനിക്ക് നിയമം എന്താ, ഭരണഘടന എന്താ പറയുന്നത്, എല്ലാം തിരുമേനി അത് വളരെ he will look into, he will apply the brain into all the issues. അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയുള്ളൂ. കാട്ടിക്കൂട്ടുമൊന്നുമില്ല. എളുപ്പവഴിയൊന്നും തിരുമേനി കണ്ടെത്തില്ല. നെവർ. അത് സുന്നകദോസിൽ തിരുമേനിയുടെ ശബ്ദം അന്ന് ചെറുപ്പക്കാരായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ ആദരവ് തോന്നിയിട്ടുണ്ട്. പരിശുദ്ധ വട്ടക്കുന്നേൽ ബാവാ തിരുമേനിയും അതുപോലെയുള്ള പിതാക്കന്മാരൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴും തിരുമേനിയുടെ തലച്ചോറ് he will apply the brain into the issues of the church. വളരെ സിസ്റ്റമാറ്റിക്കാണ് തിരുമേനി. അല്ലാതെ ഷോർട്ട് കട്ട്, അതുപോലെ തന്നെ ഒരു കുരുക്കു വഴി, എളുപ്പവഴി, മനസ്സിലൊന്ന് ഒളിച്ചു വെച്ച് മറ്റൊന്ന് കാട്ടിക്കൂട്ടുന്നത്, ഇതൊന്നും തിരുമേനിയുടെ അജണ്ടയേ അല്ല. ഇതാണ് തിരുമേനിയിൽ ഞാൻ കണ്ട രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഇപ്പോൾ അധികമൊന്നും വിരളമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. കാരണം സ്വത്ത്, തിരുമേനിയുടെ സ്വത്ത് വീട്ടിൽ നിന്ന് കണക്ക് പറഞ്ഞ് മേടിച്ച് സഭയ്ക്ക് അത് ദാനം ചെയ്തു എന്ന് ലോകം ബോധ്യപ്പെട്ടിരിക്കുന്നു. പണ്ടൊക്കെ പിതാക്കന്മാരത് കാണിക്കുമായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും കാണിക്കൂല, എനിക്ക് തോന്നുന്നില്ല. കുറച്ച് വളരെ ചിലവൊക്കെ ചെയ്യുന്നത് മാത്രമല്ല, അത് വിരളമാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇതിൻ്റെ ആരംഭം പോലും തിരുമേനിയുടെ ഉള്ള പങ്ക് വീട്ടിൽ നിന്ന് ഇതാ, ഇത് നിങ്ങളുടെ അല്ല, ഇനി ഇത് സഭയുടേതാണ് എന്ന് പറയാനുള്ള ആർജവം, ഇങ്ങനെ 2-3 പ്രത്യേകതകൾ തിരുമേനിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്കിഷ്ടമാണ്. ആ ആശയങ്ങളോട്
തിരുമേനിയുടെ ആ ഒരു സമാന ചിന്ത എൻ്റെ മനസ്സിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. 12ാമത്തെ ഓർമ്മ പെരുന്നാളാണിത്. എല്ലാ പിതാക്കന്മാരും അവരവരുടേതായ സമഗ്രത, അതായത് പരസ്പര പൂരകത്വം കൊണ്ട് മാത്രമാണ് സഭ മുന്നേറുന്നത്. ഒരു പിതാവിന് ഒരു പ്രത്യേക ഗുണം കാണും, അല്ലെങ്കിൽ ഒന്നിലധികം ഗുണങ്ങൾ കാണും, മറ്റൊരാൾക്ക് മറ്റതിന് വേറൊന്ന് കാണും. ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ സഭയ്ക്ക് ഏറെ പ്രസിദ്ധിയും അതിൻ്റെ മുന്നേറ്റവും ഉണ്ടാകും. ഞാനെൻ്റെ വാക്കുകളോട് ചുരുക്കുകയാണ്. കാലം ചെയ്ത പരിശുദ്ധ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള പിതാവാണ്. ഈ തലസ്ഥാന ഭദ്രാസനം ആദ്യം കയ്യിൽ കിട്ടി ഏറെ വിഷമിച്ചിട്ടുമുണ്ട്, അതേസമയം ഒത്തിരി മുന്നേറിയിട്ടുമുണ്ട്. ഈ സഭയുടെ ഒരു കാവൽ ഭടനായിട്ടാണ്, നമ്മളൊക്കെ കാവൽ ഭടന്മാരാണ് കേട്ടോ, പക്ഷേ കുറേ കൂടെ ദിയസ്കോറോസ് തിരുമേനിക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം. ഞാൻ ആ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് കുനിക്കുന്നു. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് നിത്യമായി ശാന്തി നൽകിക്കൊണ്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള സാഹചര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോടെ ചുരുക്കുന്നു. നന്ദി പ്രകടനമാണ്. ഒരു വാക്കിൽ നന്ദി എല്ലാവർക്കുമായിട്ട് ഞാൻ പറയുകയാണ്. വീഴ്ചകളോ കുറവുകളോ വരുന്നുവെങ്കിൽ സദയം പിതാക്കന്മാരും വൈദികരും വിശ്വാസികളും എല്ലാവരും സദയം ക്ഷമിക്കണമെന്ന് ഈ സമയത്ത് ഓർക്കുകയാണ്. പരിശുദ്ധ ബാബാ തിരുമേനി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തിരുമേനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ഞങ്ങളെ സ്നേഹിക്കുന്നു, വളരെ ഞങ്ങളെ കരുതുന്നു. ഞങ്ങളുടെ ആവശ്യം എന്തു പറഞ്ഞാലും യാതൊരു മടിയും കൂടാതെ ഓർമ്മ കാര്യങ്ങളായാലും എന്തു പറഞ്ഞാലും ഉടൻ തന്നെ അത് സമ്മതിക്കുകയും ഡയറിയിൽ കുറിക്കുകയും യഥാസമയത്ത് മുന്നമേ വന്ന് ഇവിടെ വന്ന് താമസിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ തിരുമേനി സന്തോഷം കാണിക്കുന്നുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനിയുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും കൂറും വിശ്വാസവും തൃപ്പാദത്തെങ്കിൽ നിങ്ങളുടെ എവരുടെയും പേരിലും ഈ സമൂഹത്തിൻ്റെ പേരിലും പ്രത്യേകമായിട്ട് ഈ സമയത്ത് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെയും ഇന്നുമായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കടന്നു വരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാ പിതാക്കന്മാരെ, ക്ലിമീസ് തിരുമേനി, അന്തോണിയോസ് തിരുമേനി, പക്കോമീസ് തിരുമേനി, ഗ്രിഗോറിയോസ് തിരുമേനി, ക്രിസോസ്റ്റമോസ് തിരുമേനി, തേവദോസ്യോസ് തിരുമേനി, തേവദോറോസ് തിരുമേനി, നിക്കോദിമോസ് തിരുമേനി, യൂലിയോസ് തിരുമേനി, എല്ലാ പിതാക്കന്മാരെയും ഒരു വാക്കിൽ പ്രത്യേകമായിട്ട് നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് തൃപ്പാദത്തെങ്കിൽ സമർപ്പിക്കുന്നു. അതുപോലെ ഇന്നലെ പെരുന്നാളിന് ഇന്നലെ ഇന്നുമായിട്ട് വന്ന പാവന സ്മരണ റാലി തിരുവനന്തപുരം ഭദ്രാസനം, കൊട്ടാരക്കര, കുണ്ടറ, നല്ലില ഡിസ്ട്രിക്ട്, അതോടൊപ്പം തന്നെ നിലയ്ക്കൽ ഭദ്രാസനം, നിലയ്ക്കൽ ഗ്രൂപ്പ്, വടശ്ശേരിക്കര, വയലത്തൽ ഡിസ്ട്രിക്ട്, റാന്നി ഡിസ്ട്രിക്ട്, വെച്ചൂച്ചിറ മോർ ഗ്രിഗോറിയോസ് ദേവാലയം, ചമ്പമുഖം, കൊറ്റനാട്, കുറ്റ്യാനി, തോട്ടമൺ, മുഖാലുമണ്, കരികുളം, എല്ലാ ദേവാലയങ്ങളും കടന്നു വന്ന എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനുസ്മരണ പ്രഭാഷണം നൽകിയ ജോസഫ് ഷാവുമേൽ കൊറപ്പിസ്കോപ്പ, ഫാദർ ഷാലു ലൂക്കോസ് എന്നിവരോടും, കൂടാതെ വൈദികർ, സെമിനാരി സ്റ്റുഡൻസ്, ഷമാശന്മാർ, സിസ്റ്റേഴ്സ്, എല്ലാ സന്യാസിനി സമൂഹങ്ങളും വളർന്ന സിസ്റ്റേഴ്സ്, പിന്നെ ഹോളി ട്രിനിറ്റി ഡിസേബിൾഡ് ചിൽഡ്രൻസ് ഹോം, ബാലഭവനം, ഈ ദേശവാസികൾ, മറ്റു രീതിയിൽ ഈ സ്ഥാപനത്തെ ചെറുതും വലുതുമായ സഹായങ്ങളെ സഹായിച്ചവർ, സുഭിക്ഷമായ ഭക്ഷണം തന്ന പാചകം ചെയ്തു തന്നവർ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഭക്ഷണം വിതരണം ചെയ്തവർ, സംഭാവന നേർച്ച അർപ്പിച്ചവർ, സഹോദരി സന്യാസ സമൂഹങ്ങൾ എല്ലാവരുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് സന്തോഷത്തോടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആരാധനയിലും ശുശ്രൂഷയിലും കടന്നു വന്ന വിശ്വാസികളായ നിങ്ങൾ ഏവരെയും ഒരു വാക്കിൽ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഈ സ്മരിക്കുകയും സന്തോഷത്തോടെ Niente
ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളുടെ വേദിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെന്നാൽ പ്രതിഫലം ചെയ്യുവാനായി മുമ്പോ വെറുപ്പോട് ആചാര്യങ്ങളിലേക്ക് നിന്റെ സ്നേഹിതന്മാരുടെയും അറിയിപ്പുകാരുടെയും കൂട്ടങ്ങളിൽ ആദ്യമുള്ള പ്രതിഫലം ദൈവത്തിനായി നന്ദി. പാതാളത്തിലെ അതിവേദനകളിൽ നിന്ന് അവരെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ നിർവചനങ്ങളിൽ ധ്യാനത്തിലും ഇമ്പപ്പെടുവാൻ സ്ത്രീമാരോട് സ്തുതിക്കുകയും മുന്നിലുള്ള പട്ടക്കാരോടുമാരുടെയും സ്തുതിയോടുകൂടി സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. സ്തോത്രത്തിന്റെ പ്രധാനാചാരനായ കൂടി അവരുടെ അവരോട് വിശുദ്ധായി സ്തുതിയും സ്തോത്രവും ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് Shema